ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ലാത്തൊരു തെളിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. എപ്പോൾ മഴ വരുമെന്ന് അറിയാൻ പറ്റത്തില്ല, ഇപ്പം തെളിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ എഴുന്നേറ്റ വഴിക്ക് തുണിയൊക്കെ അങ്ങ് ഉണക്കാനിട്ടു. 2-3 ദിവസം മഴയൊക്കെ ആയിട്ടേ തുണിയെല്ലാം ഇങ്ങനെ എന്താ പറയുക, കഴുകിയിട്ടിട്ട് അങ്ങനെ ഉണങ്ങാതെ അങ്ങനെ കിടക്കുവാണല്ലോ. അപ്പം നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ അതാണല്ലോ നമുക്കൊരു തൃപ്തി, വെയിലൊന്ന് കൊള്ളിച്ച് ചൂടാക്കി എടുക്കുന്നത്. ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ഒരു ചൂടില്ല തുണിക്കൊന്നും. അപ്പം ഞാനതൊക്കെ അങ്ങ് വെയിലത്തേക്ക് ഇട്ടു. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അത് ജോലിക്ക് പോകുന്ന ദിവസമായാലും അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടിവിരിക്കൽ. ഇതെന്താണെന്നറിയില്ല, ഞാൻ കുഞ്ഞിലേ തൊട്ട് ചെയ്തു പോരുന്ന ശീലമുണ്ട്. എനിക്കൊരു ഇങ്ങനെ ചെയ്യാനൊക്കെ ഒരു ഓർമ്മയായപ്പോൾ തൊട്ട്, ചെയ്യാൻ പറ്റുന്നൊരു സമയമായപ്പോൾ തൊട്ട് ഞാനിത് എൻ്റെ വീട്ടിൽ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരെ എനിക്കിത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഞാൻ ഇതായിരിക്കും. എന്നിട്ടേ ഞാൻ കിച്ചണിലേക്ക് കയറുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വരാൻ കുറച്ച് വൈകും. അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്. അപ്പം ഇന്നിപ്പം ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ദൈവമേ, ബാക്കി എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും കേട്ടോ, ഒന്ന് കിടന്നുറങ്ങണം, കുറേ നേരം വെറുതെ ഇരിക്കണം എന്നൊക്കെ. പക്ഷേ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ അന്നായിരിക്കും. നമുക്ക് ഉറക്കം വരത്തേയില്ല. എല്ലാ ദിവസവും എഴുന്നേറ്റ് ആ സമയമാകുമ്പോഴത്തേക്കും ഉറക്കം അങ്ങ് തെളിഞ്ഞു നമ്മൾ എഴുന്നേറ്റ് പോകും കേട്ടോ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ കൂടുതൽ നേരം കിടന്നുറങ്ങാം, ഒരു 8 മണി വരെയൊക്കെ കിടക്കണമെന്ന് വിചാരിക്കും. പക്ഷേ 6 മണി, മാക്സിമം 6 മണി, അതിനുള്ളിൽ തന്നെ എഴുന്നേറ്റ് പോകും. നിന്നിട്ട് വേഗം തന്നെ. അപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ അവർ കിടന്ന് എഴുന്നേക്കാൻ വൈകുമല്ലോ, അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഗൗതമിൻ്റെ റൂമിലും കൂടി ഞാൻ അവനോട് പറയും, മോനെ നീ ഇപ്പോൾ വലുതായി, ഇതൊക്കെ നീ തന്നെ ചെയ്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ അവൻ എന്നോട് പറയും, ഞാൻ ചെയ്താലും അമ്മ ഇത് വീണ്ടും ചെയ്യും, അപ്പോൾ പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അമ്മ ചെയ്താൽ പോരെ എന്ന് പറയും. അപ്പം ഞാൻ പറയൂട്ടെ, എന്നെ കുഞ്ഞിലെ ചെറിയ ക്ലാസ്സിൽ, അതായത് ഞാനൊരു UP സെക്ഷനിലേക്ക് ആയപ്പോൾ തന്നെ ക്ലാസ് ടീച്ചർ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കും, എപ്പോഴും ഞാൻ ബെഡ് കൊട്ടി വിരിക്കുമ്പോഴും ടേബിൾ ക്ലോത്ത് വിരിക്കുമ്പോഴൊക്കെ ഓർക്കുന്ന കാര്യമാണ് കേട്ടോ അത്. ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്ററായിരുന്നു, ചെയ്യിച്ച കാര്യമാണ്. ക്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ പുതിയ കുട്ടികളൊക്കെ വരുമല്ലോ, വരുമ്പോൾ സിസ്റ്റർ ആദ്യം ചെയ്യിച്ചൊരു കാര്യമാണ്, ഒരു ടേബിൾ ക്ലോത്ത് തന്നിട്ട് അതങ്ങ് ടീച്ചറിൻ്റെ ആ മേശയിലേക്ക് അങ്ങ് വിരിക്കാൻ പറഞ്ഞു. അതിപ്പോൾ എല്ലാ കുട്ടികളെ കൊണ്ടും ചെയ്യിച്ചിട്ടോ. അപ്പോൾ പലരും പല രീതിക്ക്, അപ്പോൾ ഓരോരുത്തർ കറക്റ്റായിട്ട് ആരും തന്നെ വിരിച്ചില്ല എന്ന് വെച്ചാൽ എല്ലാവരും വിരിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങി അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു തന്ന കാര്യമാണ്, കണ്ടോ ഇതിങ്ങനെയാണ് വിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് 4 വശവും ഇങ്ങനെ ഈക്വലാക്കി അത് കറക്റ്റാക്കി വിരിച്ചിട്ടപ്പം അങ്ങനെ തന്നെ. അപ്പം ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോൾ വരെ എൻ്റെ ബെഡൊക്കെ വിരിക്കുന്ന ആ ഒരു ഇതിൽ അതങ്ങ് ഓർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് തൂക്കലും തുടക്കലും ടോയ്ലറ്റ് കഴുകലും ഒക്കെ ആയിട്ട് സമയം ഉച്ചയായി, വേറൊരു പണിയും നോക്കിയില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വിപുലമായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ലായിരുന്നു, പുട്ടും പഴവും പപ്പടവും ആക്കി. അതാകുമ്പോഴേക്കും പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പം ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 12 മണിയായി. വേഗം അങ്ങ് കുളിച്ചിട്ട് വന്നിട്ടാണ് ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബിരിയാണി റൈസ് ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസം, അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നില്ല, കറി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വേറെ ജോലികളൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ബിരിയാണി റൈസ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മൺചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. മൺചട്ടി ചിക്കൻ കറി വെച്ചാലുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മൺചട്ടിയിൽ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സവാളയൊക്കെ വഴറ്റാനിട്ടു, പച്ചമുളകും ഇതൊക്കെ ഇട്ടു. പിന്നെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാലേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനങ്ങ് കറി അങ്ങ് പെട്ടെന്ന് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. പൊടികൾ ഇടുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ, പിന്നെ മുളക് പൊടി. അയ്യോ, എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ ഈ പ്രാവശ്യം വാങ്ങിയത്. പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ ഇപ്പം മീൻ പൊരിക്കണതൊക്കെ കാണിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് കേട്ടോ, മുളകില്ല കളറില്ല എന്നൊക്കെ. ഇവിടെ ആർക്കും എരിവ് അത്ര ഇഷ്ടമല്ല. എരിവ്
കുറവാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ചേട്ടനാണെങ്കിൽ പറയും എനിക്ക് എന്താ പറയുക, ചിക്കൻ പുഴുങ്ങി തന്നാൽ മതി, അത്ര പോലും എരിവിടണ്ടെന്ന് പറയും. അങ്ങനെയാണ് പുഴുങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പച്ചമുളകും കുരുമുളകും പട്ടയൊക്കെ ഇട്ടിട്ട് പൊടിയൊന്നും ഇടാതെ അങ്ങനെ ഇട്ടിട്ട് പുഴുങ്ങി തന്നാൽ മതി എന്ന് പറയും. പക്ഷെ ഗൗതമിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ചിക്കൻ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ പലതരത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറ്റുന്ന ഒരു ഇത് പറയുമ്പം ഇങ്ങനെ മതി എന്ന് പറയും. പക്ഷേ പൊടികളിൽ ഇടുമ്പോഴത്തേക്കും ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇടത്തില്ല. മല്ലിപ്പൊടി ഇവിടെ ചിക്കനിൽ ഇടുന്നത് ആർക്കും അത്ര ഇഷ്ടമല്ല. എന്നോട് പറയും അരപ്പ് കൂട്ടി കറി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മല്ലിപ്പൊടി അങ്ങ് ഒഴിവാക്കും. അപ്പോൾ അത് ഇപ്പോൾ ഈ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, മല്ലിപ്പൊടി ഇല്ലാതെയുള്ള ചിക്കൻ കറി. അപ്പോൾ ഞാനതൊക്കെ വഴന്ന് വന്നപ്പം അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഈ ചിക്കൻ കുറച്ചുണ്ടായിരുന്നല്ലോ കേട്ടോ, ഇത് നേരത്തെ വാങ്ങിച്ചത് എപ്പോഴോ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാനിന്നിപ്പോൾ അയ്യോ എന്ത് കറിയാക്കും എന്നൊക്കെ പറഞ്ഞ്, എന്നാണെങ്കിൽ മീൻകാരനൊന്നും വന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അയ്യോ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചിക്കനും കുറച്ച് ഇരിപ്പുണ്ടല്ലോ, എന്നാൽ അതങ്ങ് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മസാലയൊക്കെ പിടിച്ചൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ. ഇനി ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. ഈ ചട്ടിയിലിരുന്നിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ ഇതൊന്ന് കുറച്ച് വെന്ത് വരുമ്പോൾ പിന്നെ ഒന്ന് സിമ്മിലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചാൽ മതി. അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ, മൺചട്ടി ആയതുകൊണ്ട്. അപ്പോഴേ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു പൈനാപ്പിൾ കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് സാലഡൊന്നും ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ തൈരും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഞാനിപ്പോഴും ചിന്തിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തപ്പോഴേ ചേട്ടനാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സൈഡ് അത്ര ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആമിയുടെ നാക്കൊക്കെ മുറിഞ്ഞു ഇത് കഴിച്ചിട്ട്, അതിൻ്റെ മുള്ള് കൊണ്ടിട്ട്. അപ്പം ഞാൻ അതിൻ്റെ മുള്ള് ഒന്നുകൂടിയൊക്കെ ഒന്ന് ചെത്തിയൊക്കെ കളയുവാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിലെ പ്രായത്തൊക്കെ ഇപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ എപ്പോൾ വേണമെന്ന് വെച്ചാലും കഴിക്കാം. പക്ഷേ നമ്മുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഒരു ക്രിസ്ത്യൻ കല്യാണം അല്ലെങ്കിൽ ഒരു മുസ്ലിം കല്യാണമൊക്കെ വരുമ്പോഴാണ് ഞങ്ങളൊക്കെ ബിരിയാണി കഴിച്ചിരുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ വെക്കുകയൊന്നുമില്ലായിരുന്നു ബിരിയാണിയൊന്നും. പിന്നെ നമുക്ക് കല്യാണങ്ങൾ ഇപ്പം സദ്യ ആയിരിക്കും. ഹിന്ദുക്കളുടെ കല്യാണത്തിന് പൊതുവേ എല്ലാവരും തന്നെ ഇപ്പോഴാണ് ബിരിയാണി അങ്ങനെ ഇങ്ങനെ പല ഡിഷൊക്കെ വെക്കുന്നത്. അല്ലാതെ നമുക്ക് പൊതുവേ സദ്യ ആയിരിക്കും പണ്ടൊക്കെ. പിന്നെ നമ്മളൊരു ക്രിസ്ത്യൻ കല്യാണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുസ്ലിം കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ബിരിയാണിയുടെ ഒപ്പം ഇങ്ങനെ പൈനാപ്പിൾ ഒരു കഷ്ണം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എപ്പോഴും ഓർക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ കല്യാണങ്ങൾക്കൊന്നും പൈനാപ്പിൾ ഇങ്ങനെ വെച്ചൊന്നും തരാറില്ല. പൈനാപ്പിൾ അല്ലാതെ സാലഡൊക്കെ ആക്കി അല്ലെങ്കിൽ ബിരിയാണിയിലിട്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ അങ്ങനെ എന്താ പറയുക, അന്നത്തെ ആ ഒരു രുചി ഇപ്പോഴത്തെ ബിരിയാണിക്ക് അങ്ങനെ കിട്ടാറുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും അന്നൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ എന്ത് രുചിയായിരുന്നെന്ന്. ചിലപ്പോൾ നമുക്കിപ്പോൾ ഇതിങ്ങനെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം, അന്നൊക്കെ വല്ലപ്പോഴും അല്ലേ കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കാം അതിൻ്റെ രുചി കൂടിയതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ വറ്റി സെറ്റായൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വറ്റിക്കുന്നില്ല കേട്ടോ, കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 1:30 മണിയായി. ചിക്കനൊക്കെ നന്നായിട്ട് വറ്റിയൊക്കെ വന്നപ്പോഴേക്കും സമയം എടുത്തു കേട്ടോ. അപ്പോൾ ആമി കുഞ്ഞിന് വിശക്കണമെന്ന് പറഞ്ഞു, എന്നാൽ കുഞ്ഞിനങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി അങ്ങ് എടുക്കുവാണേ. കുഞ്ഞിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഞാനും ഇന്ന് ജോലിയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ പുട്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു. ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്കിട്ട് നമുക്ക് പിന്നെ വന്ന് കഴിക്കാനുള്ള എനിക്ക് സമയം കിട്ടില്ല. ഒന്നാമത് ഇന്ന് എല്ലാം അവിടെ തൂക്കലും തുടക്കലും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ദേ ബിരിയാണിയൊക്കെ ശരിയായി. ചിക്കൻ കറി അതിലേക്ക് ഇട്ടു. പൈനാപ്പിൾ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയമായി, നന്നായിട്ട് വിശന്നു തുടങ്ങി. പിന്നെ ഇല്ലേ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ശരി എന്നാലേ.